ആഗോള കത്തോലിക്ക സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശുദ്ധ കുർബാന നടക്കുന്നതിനിടെ ദേവാലയം അശുദ്ധമാക്കാൻ ശ്രമം. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിയ യുവാവാണ് അതിക്രമം കാണിച്ചത്. അൾത്താരയിലേക്ക് കയറിയ യുവാവ് അവിടെ വെച്ച് പാന്റ് അഴിക്കുകയും മൂത്രമൊഴിക്കുകയും ചെയ്തതോടെ വിശുദ്ധ കുർബാന കൂടാൻ എത്തിയവർ ഞെട്ടിപ്പോയി. ഉടൻ തന്നെ പോലീസ് ഇയാളെ ദേവാലയത്തിൽ നിന്നും നീക്കുകയും ചെയ്തു. ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പോലും വേണ്ടാത്ത മുസ്ലിം അഭയാർത്ഥികളെ അവർ രാജ്യത്ത് നിന്നും ഓടിച്ചപ്പോൾ അഭയം തേടി വന്ന പാവം ജിഹാദികൾക്ക് ഭക്ഷണം, വസ്ത്രം എന്നിവ മാത്രമല്ല യൂറോപ്പിലെ ക്രൈസ്തവ രാജ്യങ്ങളിൽ പോലും ഒരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാവരുതെന്ന് കർശന നിർദ്ദേശം കൊടുത്ത കത്തോലിക്ക സഭയുടെ തലവനായിരുന്നു പോപ്പ് ഫ്രാൻസിസ് ആഗോള സഭയ്ക്ക് നൽകിയ തീരാവേദനകൾ സമ്മാനിക്കുന്ന മുസ്ലിം ജിഹാദികൾ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വിശുദ്ധ അൾത്താരയിൽ വരെ കടന്നു കയറി മൂത്രമൊഴിക്കുന്ന അവസ്ഥ വരെ ക്രൈസ്തവ സമൂഹം കാണേണ്ടി വരുന്നു എന്നുള്ളത് എത്ര ദയനീയമാണ്. ആളുകളോട് പോപ്പ് ഫ്രാൻസിസ് വല്ലാത്ത കരുതലുള്ള ആളാണ് എന്ന് അറിഞ്ഞിട്ടും അന്ന് തിരുത്തിക്കാൻ തയ്യാറാകാതെ എല്ലാം അനുവദിക്കാൻ വിശ്വാസികളെ ഒരുക്കിയ കർദിനാൾ തിരുസംഘത്തിൽപ്പെട്ടവരും ഇതിൽ ഉത്തരവാദിത്തം ഏൽക്കേണ്ടവർ തന്നെയാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തുന്നവരിൽ ഇതുപോലെ എത്ര ജിഹാദികൾ ഉണ്ടായിരിക്കും? ചാവേറുകളായി ക്രൈസ്തവ സമൂഹത്തെ തകർക്കാൻ നടക്കുന്ന ഇത്തരം ജിഹാദികളെ യൂറോപ്പിൽ നിന്ന് പോലും തുടച്ചു നീക്കാതെ ക്രൈസ്തവ സമൂഹത്തിനോ ലോക ജനതയ്ക്കോ സമാധാനം ഉണ്ടാവാനുള്ള സാധ്യത വിരളമാണ്. മുൻഗാമി ചെയ്തു കൂട്ടിയ സഹോദര സ്നേഹം അതേപടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മാർപ്പാപ്പ വെറും അപലപിക്കാൻ മാത്രമുള്ള ആളല്ല എന്നും ക്രൈസ്തവ കത്തോലിക്ക സമൂഹത്തെ സമൃദ്ധമായി നയിക്കാൻ വേണ്ടി കർദിനാൾ മാർ വളരെ കഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തതാണ് എന്നും ഓർമ്മിപ്പിക്കുന്നു. സംഭവത്തിൽ ലെയോ 14 മാർപ്പാപ്പ ഞെട്ടൽ പ്രകടിപ്പിച്ചതായി ഇറ്റാലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വർഷം 2ാം തവണയാണ് പേപ്പൽ ബസിലിക്കയായ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ അതിക്രമം നടക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബസിലിക്കയുടെ പ്രധാന അൾത്താരയുടെ ബലിപീഠത്തിന് മുകളിൽ കയറി ഒരാൾ അൾത്താരയിൽ ഉണ്ടായിരുന്ന 6 മെഴുകുതിരികൾ നിലത്തേക്ക് എറിഞ്ഞും മറ്റും അതിക്രമം കാണിച്ചതും അവഹേളനം നടത്തിയിട്ടുണ്ടായിരുന്നു.